കേരള സർക്കാർ ആയുഷ് വകുപ്പ്, നാഷണൽ ആയുഷ് മിഷൻ, കേരള ഭാരതീയ ചികിത്സാ വകുപ്പ്, ഹോമിയോപ്പതി വകുപ്പ് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ തിരുവമ്പാടി നിയോജകമണ്ഡലം തല ആയുഷ് ഹെൽത്തി കേരള ഫീൽഡ് ക്യാമ്പയിൻ ആൻഡ് എക്സ്പോ സംഘടിപ്പിച്ചു. പരിപാടി തിരുവമ്പാടി നിയോജകമണ്ഡലം MLA ലിൻഡോ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിൻ്റെ ആരോഗ്യം ആനന്ദം പദ്ധതിയുടെ ഭാഗമായാണ് സംസ്ഥാന ആയുഷ് വകുപ്പ്, നാഷണൽ ആയുഷ് മിഷൻ, കേരള ഭാരതീയ ചികിത്സാ വകുപ്പ്, ഹോമിയോപ്പതി വകുപ്പ് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ തിരുവമ്പാടി നിയോജകമണ്ഡലം തല ആയുഷ് ഹെൽത്തി കേരള ഫീൽഡ് ക്യാമ്പയിൻ ആൻഡ് എക്സ്പോ സംഘടിപ്പിച്ചത്. പരിപാടിയുടെ ഭാഗമായി ആയുർവേദ, ഹോമിയോപ്പതി, യുനാനി ബോധവൽക്കരണ ക്ലാസുകൾ, ഹെൽത്ത് ചെക്കപ്പ്, സൗജന്യ ലാബ് പരിശോധന, ഹെൽത്ത് കാർഡ് വിതരണം, ഹെൽത്തി ഡ്രിങ്ക്, ഹെൽത്തി ഫുഡ് എക്സ്പോ, സൂംബ ഡാൻസ് പരിശീലനം, യോഗ ഡാൻസ്, ആയുഷ് കിസ്, ജീവിതശൈലി സ്ക്രീനിംഗ് ടെസ്റ്റ് എന്നീ പരിപാടികളും നടന്നു. പരിപാടികൾ തിരുവമ്പാടി MLA ലിൻഡോ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ അവിടെ അവരൊരു കാര്യം പറഞ്ഞത്, ഈ ഒരുപാട് സ്ഥലത്ത് ഡയാലിസിസിന്റെ യൂണിറ്റുകളുണ്ട്, ക്യാൻസറിന്റെ യൂണിറ്റുകളുണ്ട്, അത്ര കാര്യങ്ങളുണ്ട്. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം, ഞങ്ങൾ എല്ലാവരും ചെയ്യുന്നതിന് പുറകെ പോകാതെ ഞങ്ങളൊരു കാര്യം ചെയ്തു. എത്ര ആളുകളാണ് ഇത്തരം രോഗങ്ങൾ വരാൻ സാധ്യതയുള്ളത് നോക്കിക്കൊണ്ട് അവരൊരു പരിപാടി നടത്തി, ഒരു ടെസ്റ്റ് നടത്തി. ആ ടെസ്റ്റിന്റെ ഭാഗമായി കിഡ്നി രോഗം വരാൻ സാധ്യതയുണ്ടായിരുന്ന 3206 പേരെ അവർ തന്നെ കിഡ്നി രോഗം വരാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി വെച്ച് ഒരു സ്റ്റേജിൽ കഴിഞ്ഞിട്ടാണ് അവരെ കിഡ്നിയെ സാരമായി ബാധിക്കുന്ന രോഗത്തേക്ക് അവർ മാറിപ്പോയത്. പക്ഷേ ആ ടെസ്റ്റ് നേരത്തെ നടത്തിയതുകൊണ്ട് മനസ്സിലാക്കി, അതുപോലെ തന്നെ പല പല രോഗങ്ങളുണ്ട്, മനുഷ്യരെ വലിയ രൂപത്തിൽ ബാധിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനെ നടന്നു നിർത്താൻ ആവശ്യമായ ക്രമീകരണം ഉണ്ടാക്കുകയാണ് വേണ്ടത്. നഗരസഭാ ചെയർപേഴ്സൺ KP ചാന്ദിനി അധ്യക്ഷയായി. ഡോക്ടർ വൃദ്ധ, ഡോക്ടർ ജ്യോതി, ഡോക്ടർ നിസാമുദ്ദീൻ എന്നിവർ ബോധവൽക്കരണ ക്ലാസുകൾ എടുത്തു. ഡോക്ടർ ബേബി സന്തോഷ്, ഡോക്ടർ കേശിനി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. CTV പ്രാദേശിക വാർത്ത, മുക്കം.